എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോയും കൊനഹമാരും അവർ രണ്ടുപേരും ഇപ്പോൾ റെമോൺ പെണ്ണിനെ കണ്ട് ഷോക്കാവാണ്. അവളാണെങ്കിൽ കൊനഹമാരുവിനെയും ബൊറൂട്ടോയും അവരെ മൈൻഡ് പോലും ചെയ്യാതെ പുറത്തേക്ക് പോകാനായിട്ട് നിർബന്ധിക്കും. ഉടനെ കുറച്ചു മുൻപ് കണ്ട ആൾ അവിടേക്ക് വന്ന് ബൊറൂട്ടോടും കൊനഹമാരുവിനോടും കാര്യം അന്വേഷിക്കും. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാനിവളെ കല്യാണം കഴിക്കാൻ പോകുന്ന അവളുടെ ഫിയാൻസിയാണ്. അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ കൊനഹമാരുവും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അങ്ങനെ ഷോക്കാവുകയാണ്. കൊനഹമാര് പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, ഇവൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നപ്പോ ഇവളുടെ ഹാൻഡ് കർച്ചീഫ് അവിടെ വിട്ടുപോയി, അത് കൊടുക്കാൻ വന്നാണെന്ന് പറഞ്ഞ് അതവർക്ക് തിരികെ കൊടുത്ത് ഒരുപാട് വിഷമത്തില് കൊനഹമാരും അവിടുന്ന് നടന്നു പോവും. അപ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപില് ഒരു പെൺകുട്ടിയെ കാണുക. അവള് പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എന്റെ വീട് എവിടെയാണെന്ന് ഓർമ്മയില്ല. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അപ്പൊ അവളുടെ ഫിയാൻസി പറയും, തൽക്കാലം നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റൂം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വെഡിങ് കഴിയുന്നത് വരെ, വെഡിങ്ങിന്റെ സമയം വരെ എല്ലാ പ്രിപ്പറേഷനും നീ ഇവിടെ വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വലിയ റൂമിലേക്ക് അവളെ കയറ്റിവിടും. ഉടനെ അവനാണെങ്കിൽ ഇപ്പൊ അവളുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു ഹെയർ പിൻ അതങ്ങനെ ഊരിയെടുക്കും. അവള് പറയും, അയ്യോ വേണ്ട വേണ്ട, ആ ഹെയർ പിന്ന് അതാണ് എന്റെ മെമ്മറീസ് മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ്, അത് ആരും കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. അവളാണെങ്കിൽ അവന്റെ നേച്ചറും ബിഹേവിയറൊക്കെ കണ്ട് ആകെ ഷോക്കാവാണ്. അതേസമയം ഇവിടെ കൊനഹമാരും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ പെൺകുട്ടിയുടെ വില്ലേജ് അത് കണ്ടെത്തും. അവളുടെ അമ്മയാണെങ്കിൽ ആ നാട് മുഴുവൻ കയറി ഇറങ്ങി അവൾക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴായിരിക്കും അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ ആൾക്കാർ അവളുമായിട്ട് അവിടേക്ക് വരും. അമ്മ അവളെ കണ്ടുടൻ ഓടിപ്പോയി ഹഗ് ചെയ്യും. ആ പെൺകുട്ടി പറയും, ഞാൻ ഗ്രാമത്തിന് പുറത്തു പോയ ഉടനെ എല്ലാ കാര്യങ്ങളും മറന്നുപോയി. കൊനഹമാരുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോ എന്തൊക്കെയോ ഡൗട്ട് തോന്നും. ഉടനെ ബൊറൂട്ടോ പറയും, എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നില്ലേ, നമുക്ക് ഒന്നുകൂടെ അവളെ പോയി കണ്ടാലോ? അതിന് കൊനഹമാര് പറയും, എന്നെ കൊണ്ട് പറ്റില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ചുന്ദരിപ്പെണ്ണിനെ കാണിക്കും. അവളുടെ അടുത്തേക്ക് ഒരു ഗ്രാൻമ വരാണ്. ഗ്രാൻമ പറയും, ഗ്രാമത്തിലിപ്പോ വളരെ വിയേഡായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഒരു പെൺകുട്ടി അവൾ കാണാതെ പോയി. അതിനുശേഷം ആരൊക്കെയോ ചേർന്ന് അവൾ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവൾക്ക് അവളുടെ മെമ്മറി അത് നഷ്ടപ്പെട്ടിരുന്നു. തിരികെ ഗ്രാമത്തിലെത്തിയപ്പോഴാണ് അവൾക്ക് എല്ലാ കാര്യവും ഓർമ്മ വന്നത്. ആ ഗ്രാൻമ പറയുന്നതൊക്കെ കേൾക്കുമ്പോ അവക്കും ഇപ്പൊ കുറച്ച് ടെൻഷൻ ആവുകയാണ്. കട്ട് ചെയ്ത കൊനഹമാരും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ വലിയ വീടിന്റെ അടുത്തേക്ക് വരും. ആ വീടിന് ചുറ്റും ഒരുപാട് കാവൽക്കാര്. അവർക്കാണെങ്കിൽ അവരുടെ കണ്ണു വെട്ടിച്ച് അകത്തേക്ക് കയറാനായിട്ട് കഴിയില്ല. അപ്പൊ അതേസമയം നമ്മുടെ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോ കൊനഹമാരുമായിട്ടുണ്ടായ ആ നല്ല നിമിഷങ്ങളെല്ലാം തന്നെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുക. അവൾ ആ ഫൺ മൊമെന്റ് ഒക്കെ ആലോചിച്ച് ചിരിച്ച് ഇപ്പൊ അടുത്തുള്ള ജനലിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും അവിടെ നമ്മുടെ കൊനഹമാരും ബൊറൂട്ടോയും നിൽക്കുന്നത് അവൾ കാണുക. കൊനഹമാരു കാണുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷാവും. അവൻ ചോദിക്കും, സത്യം പറയും, നിനക്ക് എന്താ സംഭവിച്ചേ? നിന്നെ ആരാ ഈ റൂമില് ലോക്ക് ചെയ്തേ? അതിനവള് പറയും, എന്റെ ബോയ് ഫ്രണ്ട്, അവൻ എന്റെ മേലെ ഒരുപാട് ആഗ്രഹമാണ്. ഒരു കാരണവശാലും ഞാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനാണ് അവൻ എന്നെ സേഫായി ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. എന്റെ മുൻപില് വേറെ വഴിയില്ല. ഗ്രാമത്തെ രക്ഷിക്കണമെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റൂ. 400 വർഷങ്ങൾക്ക് മുൻപ് സോമ എന്നു പേരുള്ള വലിയൊരു മോൺസ്റ്റർ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും മെമ്മറി പവർ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ തുടങ്ങി. ആ സോമോ ആനിമലിനെ കാണാൻ ഏകദേശം ഇതുപോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവൾ അതിന് ചിത്രം കാണിച്ചു കൊടുക്കും. ലേഡി കോമാണ് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനായി ഇവിടേക്ക് വന്നത്. ആ ഒരു ആനിമല് ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും മെമ്മറീസ് ഒക്കെ എറേസ് ചെയ്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ തുടങ്ങി. ലേഡി കോ അതുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തു. പക്ഷെ അവരെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനായില്ല. അവസാനം അത് ലേഡി കോയെ തന്നെ ടേക്ക് ഓവർ ചെയ്യുകയായിരുന്നു. പക്ഷെ സോമ അതിനെ കഷ്ടപ്പെട്ട് ഒരു കല്ലില് കൺട്രോൾ ചെയ്ത് സെയിൽ ചെയ്തു. അതിനെ പൂർണ്ണമായിട്ട് തകർക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 20 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഒരു കേഴ്സ് കിട്ടി. 20 വയസ്സ് കഴിഞ്ഞ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും മെമ്മറി അത് പതിയെ പതിയെ ലോസ് ആവാനായിട്ട് തുടങ്ങും. അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ ആ കോമയുടെ ജനറേഷനിലുള്ള ഞാനും ഓപ്പോസിറ്റ് ജനറേഷനിലുള്ള എന്റെ ഫിയാൻസി അവനും ഞങ്ങൾ രണ്ടുപേരും വിവാഹം ചെയ്യണം. ആക്ച്വലി എന്റെ മെമ്മറിയും പതിയെ പതിയെ ഇല്ലാതായതാണ്. ആ ഒരു ഹെയർ ക്ലിപ്പ് അതുപയോഗിച്ചാണ് ഞാൻ ഇത്രയും കാലവും പിടിച്ചു നിന്നത്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ആ വളർന്നുകൊണ്ടിരിക്കുന്ന കൊമ്പ് അത് വെട്ടിയെറിയണം. എങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ആവൂ. 100 വർഷത്തിലൊരിക്കല് ഈ റിച്വല് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. മുൻപില് വേറെ വഴിയില്ല. അവൻ എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവളുടെ ഫിയാൻസി അവനാണെങ്കിൽ ഇപ്പൊ ആ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകുന്നത് ഗ്രാൻമ കാണും. ഇവിടെ ചുന്ദരി പെണ്ണ് പറയും, എനിക്ക് അവനെ ആക്ച്വലി ചെറുപ്പം മുതലേ അറിയാം. ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു.
പക്ഷെ വലുതായി വന്നപ്പോ അവന്റെ നേച്ചർ, ആറ്റിറ്റ്യൂഡ് അതെല്ലാം തന്നെ പതിയെ പതിയെ ചേഞ്ച് ആയി. അതാണ് എനിക്ക് ആകെയുള്ള വിഷമം. ഉടനെ കൊനഹമാരു ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന അവളുടെ ടവല് അത് അവളുടെ കയ്യിൽ ഏൽപ്പിച്ച് തിരികെ നടന്നു പോവാണ്. ബ്രൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, എന്തു പറ്റി? നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം അതൊക്കെ പോയോ? അവളുടെ ഫിയാൻസി അവനെ കണ്ടാൽ തന്നെ അറിയാം അവന്റെ ഉള്ളില് എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. സോ അവൾ അവന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കരുത്. അപ്പൊ കറക്റ്റ് സമയത്ത് ആ ഗ്രാൻഡ്മ അവരിപ്പോ കൊനഹമാരുവിന്റെ അടുത്തേക്ക് വരും. അവര് പറയും, അവൾ നിങ്ങളോടെല്ലാം പറഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അവളുടെ ഫിയാൻസിയെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എനിക്കറിയണം. സോ അവനെക്കുറിച്ച് നിങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം. അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോയും കൊനഹമാരും അവർ രണ്ടുപേരും ഇപ്പൊ അവനെ ഫോളോ ചെയ്ത് അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കും. അവൻ എപ്പോഴും പോകുന്നത് നമ്മുടെ ചുന്ദരി പെണ്ണ് റെമോൻ അവളെ കാണാനാണ്. അവളാണെങ്കിൽ അവൾക്ക് കൊടുത്ത ഫുഡൊന്നും കഴിക്കാതെ വളരെ വിഷമിച്ചിരിക്കും. അവളുടെ റൂമിൽ വെച്ച് കൊനഹമാര് കൊടുത്ത ആ ടവല് അതവൻ കാണും. അവന് മനസ്സിലാവും കൊനഹമാരും ബൊറൂട്ടോയും അവിടെ തന്നെ ഉണ്ടെന്ന്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ആ ഫിയാൻസി അവനാണെങ്കിൽ ആ ഗ്രാൻഡ്മയാണ് നമ്മുടെ ആൾക്കാരെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ മോൺസ്റ്റർ പവർ ഉപയോഗിച്ച് അവരുടെ മെമ്മറി അത് ഇറേസ് ചെയ്യും. അവർ ഒരുപാട് നേരം കാത്തിരുന്നിട്ടും അവിടേക്ക് ആരും വരില്ല. അപ്പോഴായിരിക്കും ആ ഫിയാൻസി അവനവിടേക്ക് വരുന്നത് അവർ കാണുക. കൊനഹമാരു ബൊറൂട്ടോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇപ്പൊ അവന്റെ പിന്നാലെ പോവും. അവൻ അങ്ങനെ നടന്ന് ഒരു ഗുഹയുടെ തൊട്ട് മുൻപിലെത്തും. അവൻ ഓൾറെഡി അവന്റെ പിന്നാലെ കൊനഹമാരു ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഉടനെ അവന്റെ ആൾക്കാര് ഇപ്പൊ കൊനഹമാരുവെ റൗണ്ട് ചെയ്ത് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. എന്തെങ്കിലും പ്രശ്നമായ അത് ഗ്രാമത്തിൽ അറിയും എന്ന് കൊനഹമാരുവിന് അറിയാം. അവൻ പെർമിഷൻ വാങ്ങാതാണ് ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. സോ അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവരുടെ പിന്നാലെ പോവും. അതേസമയം ബൊറൂട്ടോ ആണെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും ആരെയും കാണില്ല. ആ ഫിയാൻസി ആണെങ്കിൽ അവിടേക്ക് മടങ്ങി വരും. അതിനുശേഷം അവന്റെ പുറകിലായിട്ട് ആ ഗ്രാൻഡ്മയെ ഇപ്പൊ ബൊറൂട്ടോ കാണും. ഗ്രാൻഡ്മയെ കാണേണ്ട താമസം ബൊറൂട്ടോ ഓടി വന്ന് ഗ്രാൻഡ്മയോട് കാര്യം അന്വേഷിക്കുകയാണ്. ഗ്രാൻഡ്മയാണെങ്കിൽ ബൊറൂട്ടോയെ മൈൻഡ് ചെയ്യാതെ അവിടുന്ന് കടന്നു പോവും. അതേസമയം ഇവിടെ ആ വില്ലൻ അവനാണെങ്കിൽ അവളുടെ തലയിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത ആ ഒരു ക്ലിപ്പ് അത് പൊട്ടിക്കാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അത് കണ്ട ഗ്രാൻഡ്മ അവന്റെ കൈ പിടിച്ച് വലിച്ച് ആ ക്ലിപ്പ് താഴേക്കിടും. ബൊറൂട്ടോ ആണെങ്കിൽ ഓടിപ്പോയി ആ ക്ലിപ്പ് കയ്യിലെടുക്കും. വില്ലൻ ടെൻഷനായി ഇപ്പൊ എന്തോ ഒരു പവർ അവന്റെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യും. അതിനുശേഷം അവൻ ആ ഗ്രാൻഡ്മയെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബൊറൂട്ടോ അവനങ്ങനെ ഓടി വന്ന് ആ ഗ്രാൻഡ്മയുടെ മുൻപിലേക്ക് കയറി നിൽക്കും. അവനെ കണ്ടതും ഇപ്പൊ അവൻ ടെൻഷനാവും. വില്ലൻ വീണ്ടും ഇപ്പൊ വലിയൊരു പവർ എടുത്ത് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാണ്. ബൊറൂട്ടോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ വില്ലൻ അങ്ങനെ ഡൈവേർട്ടായി ആ ഗ്രാൻഡ്മയുടെ മെമ്മറി അത് മുഴുവനായിട്ട് ഇറേസ് ചെയ്യും. അതിനുശേഷം ബൊറൂട്ടോയെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് അവന്റെ മെമ്മറിയും ഇറേസ് ചെയ്യാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ തല വെട്ടിപ്പൊളക്കുന്ന വേദന അനുഭവപ്പെടും. അവനിപ്പോ പഴയ ചില കാര്യങ്ങളായിരിക്കും അവന്റെ മനസ്സിലുണ്ടാവുക. അവസാനമായിട്ട് അവൻ തിയേറ്ററിൽ പോയത് സാറുടെയുമായിട്ട് തർക്കിച്ചത് അങ്ങനെ ചില ബ്രോക്കൺ പീസസ് മാത്രം. അതിനുശേഷം ആ മെമ്മറികളെല്ലാം തന്നെ ബ്രേക്ക് ആവുന്നതായിട്ട് അവന് തോന്നും. ബൊറൂട്ടോ പേടിച്ച് പുറത്തേക്ക് ഓടുകയാണ്. അത് കണ്ട സെക്യൂരിറ്റി ഗാർഡ്സ് അവരാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ ക്യാച്ച് ചെയ്ത് എവിടേക്ക് കൊണ്ടുപോകും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അവരെ തട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അവരും അവന്റെ പിന്നാലെ ഓടും. ഒരു ഘട്ടത്തിലെത്തുമ്പോ വേറെ വഴിയില്ലാതെ ബൊറൂട്ടോ അവൻ വലിയ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. അവിടേക്കാണെങ്കിൽ കൊനഹമാരു തിരികെ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല അനുവാദമില്ലാതെ കൊനഹമാരു അവിടേക്ക് കടന്നുപോയി എന്നൊരു കംപ്ലൈന്റ് കൂടെ ഇപ്പൊ ഹൊക്കാഗയുടെ കയ്യിൽ കിട്ടും. നറൂട്ടോയും ഷിക്കമരുവും അവർ രണ്ടുപേരും ഇപ്പൊ കൊനഹമാരുവിനോട് ദേഷ്യപ്പെടും. നിനക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ? ആദ്യമായിട്ടാണ് നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ്. അതിന് കൊനഹമാരു അവൻ തല താഴ്ത്തി നിൽക്കും. പ്രത്യേകിച്ചൊന്നും പറയാതെ അവൻ അവരോട് രണ്ടുപേരോടും ഇപ്പൊ സോറി മാത്രം പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കിൽ ഏതോ ഒരു കരയിൽ വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ബോധം വരുമ്പോ ബൊറൂട്ടോയ്ക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പോ വീട്ടിലേക്ക് തിരികെ എത്തും. അതേസമയം ഇവിടെ ആ വില്ലനാണെങ്കിൽ ഇപ്പൊ കല്യാണത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് അതൊന്നൊന്നായി അവൾക്ക് പറഞ്ഞു കൊടുത്ത് റൂമിൽ നിന്ന് പോവും. കട്ട് ചെയ്ത ബൊറൂട്ടോ അവനിപ്പോ വീട്ടിലേക്ക് വന്ന് കയ്യിലുള്ള ആ ഒരു ക്ലിപ്പ് നോക്കാണ്. അതെവിടുന്ന് കിട്ടി, അതാരുടെയാണെന്നൊന്നും അവൻ അറിയില്ല. ഹിനട്ടോ പറഞ്ഞതനുസരിച്ച് അവൻ പുറത്തുപോയി കുളിച്ച് ഫ്രഷായി തിരികെ വരും. അതേസമയം ഇവിടെ കൊനഹമാരു എവിടേക്കും പോവാതെ വീട്ടിൽ തന്നെ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത
നെക്സ്റ്റ് ഡേ സാറഡ ബൊറൂട്ടോയുടെ അടുത്തേക്ക് ഒന്ന് പറയും. സത്യം പറയ്, നീയും കൊനഹമാരു മാസ്റ്ററും കൂടെ എന്താ ഒപ്പിച്ചു വെച്ചേ? നീ കാരണമാണ് അദ്ദേഹം ഇപ്പോ ഹൗസ് അറസ്റ്റിൽ ഇരിക്കുന്നത്. സോ എന്താ ഉണ്ടായെന്ന് നീ തുറന്നു പറയണം. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനാണെങ്കിൽ വണ്ടടിച്ച് സാറഡ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കും. ഇവിടെ കൊനഹമാരു ആണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പേയുടെ സീലിംഗ് ചിപ്സു അതൊന്നൊന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ അവനിപ്പോ സാറഡയുടെ കൂടെ റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. അവര് 3 പേരും ആ പൊളിപ്പുള്ള ബർഗർ അത് കഴിക്കും. അത് കഴിക്കുമ്പോഴായിരിക്കും ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് എന്തോന്ന് സ്ട്രൈക്ക് ആവുക. ബൊറൂട്ടോയ്ക്ക് ഇപ്പോ റെമോണിന്റെ മുഖം അത് ഓർമ്മ വരും. അവനെ കൊണ്ട് പറ്റും പോലെ അവനതൊക്കെ വരച്ചു കാണിക്കും. അപ്പൊ ചോച്ചോ അവിടേക്ക് വന്ന് അവര് കണ്ട ആ മൂവിയുടെ സ്റ്റോറി പറയും. അപ്പൊ ബൊറൂട്ടോയ്ക്ക് അവന് പതിയെ എന്തൊക്കെയോ ചില ഓർമ്മകള് അവന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോവും. അതിനുശേഷം ബൊറൂട്ടോ അവൻ ദൂരത്തായിട്ട് അവൻ ആ ഹെയർ പിന്ന് വാങ്ങിക്കൊടുത്ത കട കാണും. ഉടനെ ബൊറൂട്ടോയ്ക്ക് അവനിപ്പോ എല്ലാം ഓർമ്മ വന്ന് വീട്ടിലേക്ക് തിരികെ എത്തി ആ ഹെയർ ക്ലിപ്പ് അതെടുത്ത് ചെക്ക് ചെയ്യും. ബൊറൂട്ടോ ആ ക്ലിപ്പ് എടുത്ത് ഇപ്പൊ കൊനഹമാരുന്റെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരും തിരികെ പോവാൻ തയ്യാറാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.